ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ഓൾ. ആൻഡ് ഇറ്റ് ഈസ് എ ഹോട്ട് ടോപ്പിക് നൗ അല്ലേ? ഇപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സോഷ്യൽ മീഡിയാസിലും എല്ലാത്തിലും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക് കൂടിയാണ് ഇപ്പോൾ. പണ്ട് നമ്മൾ ആ മരിച്ചുപോയ ഇന്നസെൻ്റ് ഒരു ദിവസം മെഡിക്കൽ കോളേജ് വന്നപ്പോൾ പറയണ്ടായിരുന്നു, ഒരു നല്ലൊരു പ്രസംഗം അല്ലെങ്കിൽ നല്ലൊരു സ്പീച്ച് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് വരുന്ന സ്പീച്ച് നന്നായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നു അല്ലേ? വാലർ സാറിൻ്റെ ഒരു ഗംഭീര ടോക്കായിരിക്കും എനിക്ക് പ്രതീക്ഷിക്കാം. എനിക്കറിയാം സാറിൻ്റെ ഒരു ഈസ് എൻ എക്സലൻറ്റ് ടീച്ചർ ഓൾസോ. അതുകൊണ്ട് സാറിന് ശേഷം സംസാരിക്കുമ്പോൾ റിസ്ക് ആണെന്ന് അർത്ഥം. പക്ഷേ എനിവേ നമ്മൾ വി കൺഫൈൻ ടു ദ ടോപ്പിക് ഓൺലി. ആൻഡ് ആസ് യു ഓൾ നോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇന്ന് ഒരു ഓർഗൻ ട്രേഡ് അല്ലെങ്കിൽ മെഡിസിൻ ഫീൽഡിലെ ഇൻഡസ്ട്രിയലൈസേഷൻ, കമേഴ്സ്യലൈസേഷൻ, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു ഫാക്റ്റാണ്. എത്തിക്സ് ഇൻ ട്രാൻസ്പ്ലാന്റേഷൻ, എത്തിക്സ് ഓഫ് ട്രാൻസ്പ്ലാന്റേഷൻ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു ടോപ്പിക്ക്. ബിക്കോസ് ഇന്ന് ഏറ്റവും കൂടുതൽ ബലികഴിക്കപ്പെടുന്ന കാര്യം എത്തിക്സ് തന്നെയാണ്. ക്യാൻ ഇറ്റ് ബി ടോട്ട്? എത്തിക്സ് പഠിപ്പിക്കാൻ പറ്റുമോ? വെരി ഡിഫിക്കൽട്ട് അല്ലേ? നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നും നമ്മളുടെ മൊറാലിറ്റി നമ്മളുടെ ഇതിൽ നിന്ന് വളർത്തിയെടുക്കേണ്ട ഒരു സംഭവമാണ് എത്തിക്സ്. അത് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ആവണം ഇപ്പോൾ എത്തിക്സ് ക്ലാസ്സൊക്കെ MBBS പഠിക്കുമ്പോഴൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് നടക്കുന്ന ടോക്കുകളിലൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്നിരുന്നാലും അതൊരു ഇപ്പോഴും അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എത്തിക്സിനെ കുറിച്ച് 2 വാക്ക് പറയാമെന്ന് വിചാരിച്ചതും. ആദ്യമായിട്ട് ഞാനിത് എനിക്ക് അവസരം തന്ന ചികിത്സാനീതി ഡോക്ടർ ബിന്ദുമോൾ മാഡം, പിന്നെ ഇതിൻ്റെ ചികിത്സാനീതിയുടെ സംഘാടകർ, എല്ലാവരോടും എനിക്ക് ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇങ്ങനൊരു ടോപ്പിക്ക് എറണാകുളം പോലെയുള്ള ജില്ലയിൽ തന്നെ വന്ന് എറണാകുളം ലോ കോളേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റീസെൻ്റ് വെർഡിക്റ്റ് നിങ്ങൾ കേട്ടതാണോ? അപ്പോൾ അതിൻ്റെ മൂക്കിന് താഴെ ഇരുന്നുകൊണ്ട് തന്നെ ഇത് സംസാരിക്കാൻ പറ്റിയതിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ ഈ സമയത്ത് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. യു ഓൾ നോ ദിസ് എ ബ്രെയിൻ. സാറ് കാണുന്നതിൽ കൂടുതൽ ബ്രെയിൻ ഞാൻ കണ്ടിട്ടുണ്ട്. സാറ് കാണുന്നതിനേക്കാളും കൂടുതൽ ബ്രെയിൻ ഞാൻ തൊട്ട് ചെയ്തിട്ടുണ്ടാവും. ഏകദേശം ഒരു 7,000-8,000 ഓട്ടോപ്സിയോളജി ചെയ്തിട്ടുണ്ടാവും. ഇതിലൊക്കെ ഞാൻ ബ്രെയിൻ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അല്ലേ? ഡിലേഡ് ട്രീറ്റ്മെൻറ്റ് ഈസ് ഡിനൈഡ് ട്രീറ്റ്മെൻറ്റ്. ആൻഡ് ഡു നോട്ട് ലെറ്റ് ദ മെഡിക്കൽ എറർ ഓർ അൺഎത്തിക്കൽ ആക്ട് ഓഫ് എ ഡോക്ടർ ഓർ എ ടീം ഓഫ് ഡോക്ടേഴ്സ് ടു വൈപ്പ് അവേ എ പ്രഷ്യസ് ലൈഫ്. അത് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഡു നോ ഹാം ടു യുവർ പേഷ്യൻസ്. അത് മാത്രമായിരിക്കണം നമ്മളുടെ ഒരു ഏറ്റവും വലിയൊരു എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതാവണം അല്ലേ? ഒരാൾക്ക് ദ്രോഹം ഉണ്ടാക്കരുത്. അങ്ങനത്തെ സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ചും ഇന്ന് നമ്മളിത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും. ഇത് എല്ലാം ബേസ്ഡ് ഓൺ ആർട്ടിക്കിൾ 21. അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ ചെറുതാവണ്ട അല്ലേ? ഇത് നിങ്ങളെടുത്ത് വന്നിട്ട് അതിനെക്കുറിച്ച് അറിയാം. ബിക്കോസ് വൈ ഐ ആം ഹിയർ. ഫോറൻസിക് മെഡിസിൻ പ്രൊഫസർ എന്തുകൊണ്ട് സംസാരിക്കുന്നു? ബിക്കോസ് ഐ ആം പ്രാക്ടീസിങ് സ്റ്റേറ്റ് മെഡിസിൻ. സ്റ്റേറ്റ് ഈസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ്. അപ്പോൾ ഐ ആം പ്രാക്ടീസിങ് സ്റ്റേറ്റ് മെഡിസിൻ. അപ്പോൾ സംതിങ് വിച്ച് ഇൻജുവേർഡ് എ പേഴ്സൺ ഈസ് ആക്ച്വലി ഇറ്റ്സ് ഹർട്ട് മീ ഓൾസോ. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ഇവിടെ വന്നിട്ട് ഇത്രത്തോളം നിങ്ങളോട് പറയാനുള്ളൊരു ധൈര്യം കൂടി കാണിച്ചത്. എല്ലാവർക്കും അറിയാം. അതിൽ പ്രത്യേകിച്ചും ഹിപ്പോക്രറ്റിക് ഓത്തിൽ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഐ കൺസിഡർ ഫോർ ബെനിഫിറ്റ് ഓഫ് മൈ പേഷ്യൻസ് ആൻഡ് അബ്സ്റ്റെയിൻ ഫ്രം വട്ട് എവർ ഈസ് ഡെലിറ്റീരിയസ് ആൻഡ് മിസ്ചീവിയസ്. ഇതാണ് ബേസിക് ഒരു ഡോക്ടർക്ക് പാലിക്കേണ്ട ഒരു ബേസിക് പ്രിൻസിപ്പിളാണത്. ഒരിക്കലും ഒരു രോഗിക്ക് മോശമായി വരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല എന്നാണ് നമ്മളുടെ ഏറ്റവും. ഈ ലോ ആൻഡ് എത്തിക്സ് രണ്ട് സംഭവങ്ങളാണ് അല്ലേ? അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ ചിലപ്പോൾ സംടൈംസ് ഐ ആം മോർ ബൗണ്ട് ടു മൈ എത്തിക്കൽ പ്രിൻസിപ്പിൾ ദാൻ ലോ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ജയിലിൽ പോണ്ടി വരും ചിലപ്പോൾ. എന്നിരുന്നാലും പക്ഷേ ഐ ആം അണ്ടർ പ്രൊട്ടസ്റ്റ്. ഐ ഹാവ് ഗിവൺ മെനി എവിഡൻസസ് അണ്ടർ പ്രൊട്ടസ്റ്റ് ടു അപ്ഹോൾഡ് മൈ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഒരിക്കലും എത്തിക്കൽ പ്രിൻസിപ്പിൾ ബലികഴിപ്പിച്ചുകൊണ്ട് ഒരു പേഷ്യൻ്റെ ഓട്ടോണമിനെ ബലികഴിപ്പിച്ചുകൊണ്ട് ഒരു വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഡോക്ടർ ചെയ്യാൻ പാടില്ലാത്തതാണ്. ആൻഡ് വാട്ട് ഈസ് എൻ ഓർഗൻ? അതൊക്കെ നിങ്ങൾ പറഞ്ഞത് എനിക്കറിയില്ല സാറ്, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കണ്ടില്ല. വാട്ട് ഈസ് എൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ? സർജിക്കൽ ഓപ്പറേഷൻ വെർ എ ഫൈലിംഗ് ഓർ എ ഡാമേജ്ഡ് ഓർഗൻ ഇൻ ഹ്യൂമൻ ബോഡി ഈസ് റിമൂവ്ഡ് ആൻഡ് റീപ്ലേസ്ഡ് വിത്ത് എ ന്യൂ വൺ. ഇത്രയേ ഉള്ളൂ.
ഇതാണ് ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന സംഭവം അല്ലേ. ദാറ്റ് റെഫേഴ്സ് ടു മെനി ഓർഗൻസ് ആൻഡ് ഇറ്റ് ഈസ് എ സെക്കൻഡ് ലൈഫ് ഫോർ തൗസൻഡ്സ് ഓഫ് പീപ്പിൾസ് ഇൻ ദ വേൾഡ് ആൻഡ് ഗവൺമെൻറ് ഈസ് സപ്പോസ് ടു മേക്ക് ദ റൂൾസ് ആൻഡ് ആക്ട് ഇൻ ദിസ് റിഗാർഡ്. ഓക്കെ. ആൻഡ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യുണൈറ്റഡ് നേഷൻസും ഒക്കെ ഓർഗൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നൊരു സംഭവമാണ്. ഓർഗൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നൊരു സംഭവം ഇപ്പോൾ നമ്മളെ ലോകമെമ്പാടും നടക്കുന്നൊരു സംഭവമാണ്. വികസിത രാജ്യമായാലും വികസ്വര രാജ്യമായാലും ഒക്കെ നടക്കുന്നൊരു സംഭവം തന്നെയാണ്. എന്തുകൊണ്ട് ഓർഗൻ ട്രാഫിക്കിംഗ് വരുന്നു? ദർ ഈസ് ഇൻക്രീസ് ഡിമാൻഡ് ഫോർ ഓർഗൻ അല്ലേ. ഓർഗൻ ആൾക്കാർ സ്വഭാവദൂഷ്യം കൊണ്ടും അസുഖം കൊണ്ടും നമ്മളുടെ ഓരോ ഓർഗനും ഒരു പരിധിയാവുമ്പോഴേക്കും നശിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ കൂടുതൽ ആവശ്യം വരുമ്പോൾ വിപണിയിൽ അതിനുള്ള അവസരങ്ങളുണ്ടാവും. പല യുണൈറ്റഡ് നേഷൻസിലൊക്കെ പല ഭാഗത്തൊക്കെ ഇതിനെക്കുറിച്ച് അവർ ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നവർ. ഇതൊരു മാർക്കറ്റ്, ഓർഗൻ മാർക്കറ്റ് തുടങ്ങിയാലോ എന്ന് പോലും. അപ്പോൾ എന്താവും സ്ഥിതി? ഇതൊന്നും ഇത്രയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ട് പോലും ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ ഈ ഓർഗൻ ട്രാഫിക് എന്നുള്ളതൊരു ഒരു 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 സംഭവമാണെന്ന് നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അതിൻ്റെ ഒരു ഭാഗത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഒരു പരിസ്ഥിതി തന്നെയാണ് നമ്മളും. അപ്പോൾ നമുക്കും അതിൻ്റേതായ ദൂഷ്യഫലങ്ങൾ നമ്മളും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം. ആൻഡ് ദ അൺഎത്തിക്കൽ പ്രാക്ടീസസ് ലീഡ് ടു ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പുവർ ആൻഡ് വൾണറബിൾ പീപ്പിൾ. റീസെൻ്റിലല്ല ഒരു 2012-13 കാലഘട്ടങ്ങളിൽ ഒരു one young person met with an accident near Palakkad and on an autopsy one kidney was found removed and he bought a new bike by using that money and he met with an accident. അവൻ അറിഞ്ഞിട്ടില്ല, വീട്ടുകാരറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. ആ പയ്യൻ മാത്രം അറിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് 2012-13 കാലഘട്ടങ്ങളിൽ വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് കിഡ്നി കൊടുത്ത ഡോണറുകൾക്ക് പിന്നെ ലിവിങ് ഡോണറുകൾക്ക് എന്തൊക്കെ സംഭവിച്ചു എന്ന് ഉള്ള സ്റ്റഡി വളരെ കുറവല്ലേ കേട്ടിട്ടുണ്ടാരെങ്കിലും? ആരെങ്കിലും അതിനെക്കുറിച്ച് പോയിട്ടുണ്ട് സാർ? ഐ എം കറക്റ്റ് അല്ലേ? ഞാനതിന് വേണ്ടി ICMR ഒരു പ്രപ്പോസലും കൊടുത്തിരുന്നു. എൻ്റെ സാങ്ഷനായി, ഞാൻ പ്രസൻറ്റ് ചെയ്ത സംഭവമൊക്കെ ഓക്കെയായി. സ്റ്റഡി ആരംഭിക്കാൻ തുടങ്ങിയപ്പോഴാണ് സംഭവം മനസ്സിലായത് പലരും കിട്ടുന്നില്ല, തന്ന അഡ്രസ്സൊക്കെ ഫേക്കായിരുന്നു കുറേയൊക്കെ. ഉള്ളവരൊന്നും ഇവിടെ ഇല്ല. ഇതുപോലെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കമ്മിറ്റി മീറ്റിങ്ങിൽ ഇരുന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കൊല്ലത്ത് ഒരു ഏരിയ, ഈ കിഡ്നി ഗ്രാമം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കൊല്ലത്ത് ഒരു പാവപ്പെട്ട ആളുകളുടെ ഒരു സ്ഥലം ഒരു പെണ്ണ് പെട്ടെന്ന് പറഞ്ഞു പോയതാ. അവിടെ കുറേ പേര് കൊടുത്തിട്ടുണ്ടല്ലോ സാറേ, ഞങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന്, നിങ്ങൾ എന്തിനത് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഇങ്ങനെ ഒരു ഗ്രാമത്തിൽ ഒരു 4 സെൻറ്റ് കോളനി പോലത്തെ ഗ്രാമങ്ങളില്ലേ, അങ്ങനെ ആ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു ലേഡിയോട് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടു നോ വെദർ ഇറ്റ് ഈസ് ദർ ഈസ് ആൾട്രൂയിസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സംസാരിക്കണം. ആൾട്രൂയിസ് ഉണ്ടോ എന്ന് നോക്കാൻ മാത്രം പറ്റുള്ളൂ നമുക്കില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചോദിച്ചപ്പോൾ ഇത് കേട്ട വശപ്പോൾ ഞാൻ പറഞ്ഞു നാച്ചുറലി. അപ്പോൾ ആരാ കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ പെണ്ണിന് പെട്ടെന്ന് ബ്രേക്ക് ആയി. കണ്ടു പറഞ്ഞു. അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോയില്ല. അപ്പോൾ ഞാൻ കൊല്ലം SPക്ക് എൻ്റെ ലെറ്റർ കൊടുത്തു. ത്രൂ പ്രിൻസിപ്പൽ കൊല്ലം SPക്ക് ഇത് എൻക്വയറി ചെയ്യാൻ പറഞ്ഞിട്ട് കൊടുത്തിരുന്നു. പിന്നെ എനിക്ക് അതിന് ഫോളോ അപ്പിന് ഉണ്ടായിട്ടില്ല. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഏരിയാസുകൾ ഇപ്പോഴും ഉണ്ട്. മിക്കവാറും അവരടുത്ത കോടതിയിൽ പോയിട്ട് കോടതിയിൽ നിന്ന് ഒരു ഓർഡർ ആയിട്ട് വരും. അതിന് പിന്നെ ഉണ്ടാവാറ് 5 to 10% of all kidney transplanted per year obtained in Africa, Asia, Eastern Europe and South America. ആക്ച്വലി പറയുകയാണെങ്കിൽ വേൾഡ് ദിസ് ട്രാജഡി ഈസ് ദർ. അതായത് കുറേ ആളുകൾ ഓർഗൻ കിട്ടാതെ മരണപ്പെടുന്നു അല്ലേ. ഒരു ഭാഗത്ത് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നടക്കുന്നു. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സംവിധാനം നമുക്ക് വേണം. അതിലാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് അല്ലേ. രണ്ടും നടക്കാൻ പാടില്ല. ഹിസ്റ്ററി നിങ്ങൾക്കറിയാവുന്നൊരു ഹിസ്റ്ററി തന്നെയാണ്. എന്തുകൊണ്ട് ഞാൻ ഹിസ്റ്ററിയുടെ സ്ലൈഡ് ഇടാൻ കാരണം, വിത്തൗട്ട് നോയിങ് ദ ഹിസ്റ്ററി യു കാൺ ബി ഇൻ ഫുൾ പൊസഷൻ ഓഫ് എ സബ്ജക്റ്റ്. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ച്, നിങ്ങൾക്ക് ഒരു കിഡ്നി ഓർഗൻ ഡൊണേഷനെ കുറിച്ച് ഒരു വ്യക്തത വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു, ഇതിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ യു മസ്റ്റ് നോ. അതുകൊണ്ട് മാത്രം ഞാൻ ആ സ്ലൈഡ് ഇട്ടത്. ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ്, വൺ ഈസ് ഡോണർ, ദ എത്തിക്കൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ദ ഡോണർ, ദ ഡിസീസ്, organ from the deceased or organ from the living donor and organ from the
ഇൻഫാൻസ്, തലയൊന്ന് ഫോർ ബ്രെയിൻ ഇല്ലാതും തലയുടെ പല പാർട്സുകളില്ലാതെ ജനിച്ചു വരുന്ന കുട്ടികളെ കുറച്ച് സമയം ചിലപ്പോൾ ജീവിക്കും, അല്ലെങ്കിൽ കുറച്ച് ദിവസം ചിലപ്പോൾ ജീവിക്കും. അവരെ ഓർഗൻ എടുക്കാമോ? ഇതൊക്കെ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഉള്ളതാണ്. ഹ്യൂമൻ ഫീറ്റസസ് ഇതൊക്കെ ഇത് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി യൂസ് ചെയ്യാമോ എന്നുള്ളതൊക്കെയാണ്. റെസിപ്പിയൻറ്റ്, സംതിങ് എത്തിക്സ് റിലേറ്റഡ് ടു ദ റെസിപ്പിയൻറ്റ്. ഹാവ് അബ്യൂസർ ഓഫ് ദെയർ ബോഡീസ്, ഇങ്ങനെ സിഗരറ്റ് വലിച്ചും മദ്യപിച്ചും ഒക്കെ തോന്നിയ പോലെ എല്ലാം ഫാസ്റ്റ് ഫുഡും മറ്റുമൊക്കെ ആസ്വദിച്ച് ജീവിച്ച ആൾ 50 വയസ്സ് ജീവിച്ച പോലെ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് 20 വയസ്സുകാരൻ്റെ കെട്ടിയെടുത്ത് കൊടുക്കണോ? വേണോ? 70 വയസ്സുകാരന് അല്ലെങ്കിൽ 75 വയസ്സുകാരന് 20 വയസ്സായ പ്രായമുള്ള ഒരാളുടെ കെട്ടിയെടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ദാറ്റ് ഈസ് എത്തിക്കൽ ഇഷ്യൂ ആണ്. അത് ഓരോരുത്തരും നീഡ് അനുസരിച്ചിരിക്കും, ഓരോരുത്തരുടെ രീതി അനുസരിച്ചിരിക്കും അല്ലേ. ആ 75 വയസ്സിൽ അയാളുടെ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശുള്ളവന് കിട്ടും, കപ്പാസിറ്റി അനുസരിച്ച് കാശുള്ളവരും. അത് മെയിൻ ഇപ്പോൾ പ്രത്യേകിച്ചും ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സിൻ്റെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടാണ്, സൈക്ലോസ്പോറിൻ പോലത്തെ ഉള്ള ഡ്രഗിൻ്റെ 80s കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ഈ ഓർഗൻ ഡൊണേഷൻ്റെ ഇത് കൂടിയത്. നമ്മളെ ബോഡി അനുസരിച്ച് നമുക്ക് സക്സസ്ഫുൾ ഡൊണേഷൻ വന്നു തുടങ്ങിയത്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ പറയുമ്പോൾ ഞാൻ 18-19 വയസ്സായ പ്രേമിച്ച് കല്യാണം കഴിച്ച 2 ആൾക്കാർ വന്നിട്ട് പയ്യന് 22 വയസ്സ്, പെൺകുട്ടിക്ക് 19 വയസ്സ്. പെൺകുട്ടി പ്രസവിച്ചിട്ട് 3 മാസമായിട്ടുള്ളൂ. പെൺകുട്ടിക്ക് കിഡ്നി കൊടുക്കണം. സാറിന് ഓർമ്മ, സാറില്ല എന്ന് തോന്നുന്നു, വേറെ തൃശ്ശൂരുണ്ടായ സംഭവം. അപ്പോൾ ഞാൻ കൂടി ചോദിച്ചു, നിങ്ങൾ മുലയൂട്ടുന്ന അമ്മയാണ്, നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ കൊടുക്കണോ? നിങ്ങളുടെ ഭർത്താവ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭർത്താവിനെ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കൾക്ക് കൊടുക്കാമല്ലോ, എന്തിനാ പെണ്ണിനെ കൊണ്ട് അയാൾക്ക് കൊടുത്താൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല, ഇവള് ജോലിക്ക് പോകണ്ടാത്, എനിക്ക് ജോലിക്ക് പോകണം, അപ്പം കുടുംബം പോയിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പണിയെടുത്ത് കൊണ്ടുപോകുന്നോളാം, അപ്പോൾ എന്തിനാ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കെടുക്കുമ്പോൾ നിങ്ങൾ മരിച്ചു പോയാലോ, ഈ കുട്ടീനെ ആരും നോക്കും? നിങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ, നിങ്ങൾ വേറെ ജീവിക്കാനോ പോകും, അപ്പോൾ ഈ കുട്ടീനെ ആരും നോക്കും? അപ്പോൾ അതിന് മറുപടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് തരാൻ പറ്റില്ല, ഇത് നിങ്ങൾ കംപ്ലീറ്റ് ഡിനേ ചെയ്ത് ഞാൻ ഡിസെൻറ്റ് എഴുതി മടക്കി. ആൻഡ് ലിമിറ്റഡ് റിസോഴ്സസ്, അതിൻ്റെ അലോക്കേഷനാണ് വെരി ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ, ലിമിറ്റഡ് റിസോഴ്സസ് എങ്ങനെ അലോക്കേറ്റ് ചെയ്യുന്നുള്ളിടത്തോളം ഭയങ്കര ക്രൈറ്റീരിയ ഉണ്ട് അല്ലേ. 80 ഇയേഴ്സ് ഉള്ള ആളുടെ പ്ലസ് 80+ ആളുകൾ പോലും ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ എത്തിക്കൽ കൺസിഡറേഷൻ നമ്മൾ കുറേ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആൻഡ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓർഗൻ ഇസ് എ വിഷ്യസ് സർക്കിൾ. നീഡ്സ് മണി, ഹാസ് ഓർഗൻ, ഹാസ് മണി, നീഡ്സ് ഓർഗൻ അല്ലേ, ഓർ ടിഷ്യൂസ്. ആൻഡ് മീഡിയ പബ്ലിസിറ്റി നമ്മൾ കണ്ടിട്ടില്ലേ, മീഡിയ എത്ര ഇപ്പോൾ ഒരു TV-ൽ മിക്കവാറും മോർണിംഗ് ന്യൂസിൽ അവസാന ഭാഗത്ത് ഒരു ചാരിറ്റി ന്യൂസ് ഉണ്ടാവും എപ്പോഴും, കിട്ടി കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് പറയാൻ അറിയിക്കാൻ വേണ്ടി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ഒരു റെയിൽവേയിൽ കാശ് മേടിക്കുന്ന പയ്യൻ വന്നിട്ട് ചോദിച്ചു എന്നോട്. അപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് എന്നെ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് സെല്യൂട്ട് ചെയ്തപ്പോൾ സാറ് ആരാ? അപ്പം ഞാൻ ഡോക്ടറാന്ന് പറഞ്ഞു. അപ്പോൾ ഫോറൻസിക് ഡോക്ടറാന്ന് പറഞ്ഞു. സാർ അവിടെയല്ലേ കിഡ്നി കൊടുക്കുന്ന സ്ഥലം? അയാൾക്ക് കിഡ്നി കൊടുക്കുന്ന ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ ഇത് അങ്ങനൊരു സംഭവം തന്നെ നടക്കുന്നുണ്ട് ആൾക്കാർ, കിഡ്നി കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു. A transplant ethics is philosophy that involves systemizing, defending and recommending concepts of right and wrong conduct related to organ donation. The society has to ensure that new and innovative laws, policies and strategies of increasing organ supply are bioethical. That is bioethical, that activity should not do any harm to your patient. അതായിരിക്കണം ഇമ്പോർട്ടൻ്റ് അല്ലേ, ആ ഡോണർ. യൂട്ടിലിറ്റി, ജസ്റ്റിസ് ആൻഡ് റെസ്പെക്ട് ഫോർ പേഴ്സൺസ്. ഇറ്റ് ഓൾസോ ഇറ്റ്സ് എ മേജർ എത്തിക്കൽ പ്രിൻസിപ്പിൾ ടു ബി ബാലൻസ് ടു അച്ചീവ് ആൻ ഇക്വിറ്റബിൾ ഔട്ട്കം ഇൻ ദ അലോക്കേഷൻ ഓഫ് ഓർഗൻസ് ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലേ. ജനറൽ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതിലും കോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓട്ടോണമി, പേഷ്യൻ്റെ ചോയ്സ് ആയിരിക്കണം ഇമ്പോർട്ടൻറ്റ്, വെദർ ഇറ്റ്സ് എ ഡിസീസ്ഡ് വൺ. മരണത്തിന് ശേഷം ഓർഗൻ എടുക്കുന്നതായാലും ഓർഗൻ എടുക്കുന്നതായാലും മരണത്തിന് മുന്നെടുക്കുന്നതായാലും പേഷ്യൻറ്റിൻ്റെ ഓട്ടോണമി എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യണം. അത് ഞാൻ വരുന്നുണ്ട്, സ്ലൈഡ് വരുന്നുണ്ട്. മരിക്കുന്നതിന് മുന്ന്
എനിക്ക് എൻ്റെ ഓർഗൻ കൊടുക്കരുത് എന്ന് പറഞ്ഞൊരാളുടെ ഓർഗൻ ഒരിക്കലും എടുക്കാൻ പാടില്ല. മരിക്കുന്നതിന് മുമ്പ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ബന്ധുക്കളുടെ കൺസിഡറേഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ ജീവിക്കുന്ന സമയത്ത് ഡോണർ കാർഡ് വില്ലിങ്നെസ് പറഞ്ഞ ഒരാൾക്ക് അയാളെ കിഡ്നി കൊടുക്കാം. അൺലെസ് ദർ ഇസ് നോ ഒബ്ജെക്ഷൻ ഫ്രം ദ റിലേറ്റീവ്സ്. ഓട്ടോണമി ഓഫ് ദ പേഷ്യൻറ്റ്, ഓട്ടോണമി ഓഫ് ദ ഡോണർ ഷുഡ് ഓൾവേസ് ബി റെസ്പെക്റ്റഡ്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. ബെനിഫിഷ്യൻസ് ആൻഡ് ആക്ട് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് യുവർ പേഷ്യൻസ്. നിങ്ങൾ ഒരു സെക്ഷൻ തന്നില്ല, സെക്ഷൻ 88 IPC, സംതിങ് ഡൺ ഫോർ ഇറ്റ്സ് ഗുഡ് ആൻഡ് ഫോർ ഇറ്റ്സ് ബെനിഫിറ്റ്സ് എന്ന് പറയാം. സംതിങ് ഇൻ ഗുഡ് ഇൻറ്റൻഷൻ ആൻഡ് ഫോർ ഇറ്റ്സ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ്. അത് അറ്റ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ പേഷ്യൻസ്. നോൺ മാലിഫേഷൻസ്, ഫസ്റ്റ് ഡു നോ ഹാം. ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ഒരു ഇതിൽ എപ്പോഴും പറയാറുള്ളത്, മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാതിരിക്കുക. ഡു നോ ഹാം ടു യുവർ പേഷ്യൻസ്. ജസ്റ്റിസ്, അതാണ് വേറൊരു സംഭവം. ജസ്റ്റിസ്, ഹൗ ഫാർ ജസ്റ്റിസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണല്ലേ. എത്രത്തോളം ജസ്റ്റിഫയബിൾ ആവും നമ്മൾ ആക്ട് എന്നുള്ളത് എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് അല്ലേ. എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ആൾട്രൂയിസം ആൻഡ് യൂട്ടിലിറ്റാരിയനിസം, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ആൾട്രൂയിസം. ആ വാക്കും അതിൻ്റെ ഇതും നമ്മളുടെ അതർ പീപ്പിളിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എപ്പോഴും ആൾട്രൂയിസം എന്ന് പറയുന്നത് അല്ലേ. അത് ഒബ്ലിഗേറ്ററി, അത് മോറൽ ഡ്യൂട്ടി ടു ഹെൽപ്പ് അതേഴ്സ്. നമുക്കൊരു മോറൽ ഡ്യൂട്ടി ഉണ്ടാവും ചിലപ്പോൾ. ഇപ്പോൾ എൻ്റെ മോൾക്ക്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ അച്ഛന്, അല്ല എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാനൊക്കെ നമുക്കൊരു മോറൽ ഡ്യൂട്ടി ഉണ്ടാവും അല്ലേ. മറ്റത് ചിലപ്പോൾ ഒരു മോറൽ ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല. ഡൺ ഇൻ ആ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ആ പേഷ്യൻറ്റിൻ്റെ ഇതിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു തരം ആൾട്രൂയിസം ഉണ്ട് കേട്ടോ. ഇത് ഒരു ചെറിയ ബേസിക് പ്രിൻസിപ്പിൾസ്, WHO ഒക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. റിമൂവൽ ഓഫ് ഓർഗൻ ഓർ ടിഷ്യൂസ് ഡസ് നോട്ട് ഇമ്പയർ ദ ഹെൽത്ത് ഓർ ഫങ്ഷണൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ഡോണർ. അത് എപ്പോഴും ഫങ്ഷണൽ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ഡോണർ ഷുഡ് നോട്ട് ബി അഫക്റ്റഡ്. ഒരു ഇമ്പയർമെൻറ്റും രോഗിക്ക് ഉണ്ടാവുന്ന ഒരു സംഭവം ഒരു ഇതെടുത്ത് മാറ്റാൻ പാടില്ല. ആൻഡ് ദ ബെനിഫിറ്റ്, ഗുണമുണ്ടാകുന്ന സംഭവം, എക്സ്പെക്റ്റഡ് ടു ബി ഗിവൺ ടു ദ റെസിപ്പിയൻറ്റ് ബൈ ആൻ അക്സെപ്റ്റബിൾ പ്രൊപ്പോർഷൻ ടു ദ ഹാം ലൈക്ലി ടു ദ ഡോണർ അല്ലേ. അത് ഈ ലിവിങ് ഡോണറിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. ഈ ലിവിങ് ഡോണർ നമുക്കറിയാം, ഓരോ മേജർ സർജറിക്കും അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ. ഒരു 1000-ൽ ഒരു 1, 2, 3 പേര് വരെ മരിച്ചു പോകാൻ ഒരു മേജർ സർജറിക്ക് പറ്റും. സർജറി കൊണ്ട് സംഭവിക്കാവുന്ന കാര്യം. ആ ഒരു സർജറിയാണ് ഈ ഒരു ഡോണറുടെ പേരിൽ ഈ വാട്ട് എവർ ബി ദ ഇത് അൾട്രൂയിസം എന്തൊക്കെ തന്നെയാണ് ചെയ്യാൻ പോകുന്ന സംഭവം. അപ്പോൾ ഓൾറെഡി ഒരു ഹാർട്ട് ഡിസീസ് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും മറ്റു അസുഖങ്ങൾ ഉള്ള ഒരാളാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരാളെ നിന്ന് കിഡ്നി എടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒരിക്കലും അയാളുടെ ആ കിട്ടാവുന്ന ബെനിഫിറ്റ് ഇയാളുടെ അധപ്പതനത്തിലേക്ക് വഴിവെക്കാൻ പാടില്ല. ആൻഡ് ദർ മസ്റ്റ് ബി നോ element of commercialization or exploitation in the donation. നേരത്തെ പറഞ്ഞ പോലെ വോളണ്ടറി ആൻഡ് ആൾട്രൂയിസ്റ്റിക്, ഫ്രീ ആൻഡ് കൺസെൻറ്റഡ്, റെസ്പെക്ട് ഫോർ ഡോണർ റെസീവ്ഡ് ഓട്ടോണമി, കോൺഫിഡൻഷ്യാലിറ്റി, equitable opportunities, prohibition on making of human body and parts of it as financial gain, and physician who determine the brain death occurrence should not be directly involved. സാർ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. should not be involved in organ removal from the donor or transplantation process or in retrieval process. ഈ ഓർഗൻ ഡൊണേഷൻ്റെ ടീമും ഈ പേഷ്യൻ്റെ കയറും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല എന്ന്. എന്തിനായിരുന്നു ഈ നിയമം ഉണ്ടാക്കിയത്? 1994 ഈ ട്രാൻസ്പ്ലാന്റ് ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഒഴിവാക്കുക, ആ കമേഴ്സ്യലൈസേഷൻ ഒഴിവാക്കുക, അവർക്ക് ശിക്ഷ കൊടുക്കുക. ശിക്ഷ കൊടുക്കണമെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ആക്ട് മുഴുവൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്രോപ്രിയേറ്റ് അതോറിറ്റി കംപ്ലയിൻറ്റ് ചെയ്യണം, വേറെ ആർക്കും കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്രോപ്രിയേറ്റ് കംപ്ലയിൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർ എടുക്കും. These are some of the guiding principles in transplantation by WHO. Cells, tissues and organs may be removed from the bodies of the deceased person for the purpose of transplantation if any consent required by the law is obtained. These are the guiding principles put forth by the WHO, the World Health Organization. And there is no reason to believe that the deceased or person objected to such removal. അവിടെ വരുമ്പോഴാണ് നമ്മളെ കൺസെൻറ്റിനെ കുറിച്ച് വരുന്നത്. കൺസെൻറ്റ് 2 തരം കൺസെൻറ്റ് പറയാം. ഓപ്റ്റിംഗ് ഇൻ ആൻഡ് ഓപ്റ്റിംഗ് ഔട്ട്. അതായത് ഓപ്റ്റിംഗ് ഇൻ എന്ന് പറയുമ്പോൾ പേഷ്യൻറ്റ് ഓൾറെഡി ഞാനതിൻ്റെ ഓർഗൻ കൊടുക്കാൻ ഞാൻ റെഡിയാണ്, ഓർഗൻ ഡോണർ കാർഡ് സംഘടിപ്പിക്കാം.
അങ്ങനെ ഒരു ആ സിറ്റുവേഷനിലാണെങ്കിൽ അത് ഓപ്റ്റിംഗ് ഇൻ, ദാറ്റ് ഈസ് എക്സ്പ്ലിസിറ്റ് കൺസെൻറ്റ് എന്ന് പറയാം. വേറെസ് ഇൻ ഓപ്റ്റിംഗ് ഔട്ട്, ദ റിമൂവൽ ഓഫ് ഓർഗൻ, ദിസ് ഓപ്റ്റിംഗ് ഔട്ട് ഓർ പ്രിസ്യൂംഡ് കൺസെൻറ്റ്, ഇത് നമ്മുടെ നാട്ടിൽ അധികം നിലവില്ലാത്തൊരു കൺസെൻറ്റാണ്. പുറമെ ഇത് ഓർഗൻ ഡൊണേഷനൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇത് വളരെയധികം പ്രാബല്യത്തിലുള്ളൊരു സംഭവമാണ് പ്രിസ്യൂംഡ് കൺസെൻറ്റ്, അല്ലേ? ഇഫ് ദ ഡിസീസ് റൈസ് എ വോയിസ് അഗെയിൻസ്റ്റ് ഓർ ഒബ്ജെക്ട് ടു ഡൊണേഷൻ, ദാറ്റ് ഷുഡ് നോട്ട് ബി റിമൂവ്ഡ്, അതർവൈസ് ഇറ്റ് ക്യാൻ ബി റിമൂവ്ഡ്. എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും ഇതുപോലെ നിങ്ങൾ സമയം ഞാൻ അധികം എടുക്കുന്നുണ്ടോ മാഡം? അതായത് ഇങ്ങനൊരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചൊരു പ്രൊപ്പഗണ്ട നടന്ന സമയത്ത് ഞങ്ങളുടെ മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളന്ന് എല്ലാ താല്പര്യമുള്ള ആളുകൾ, കുട്ടികൾ, സ്റ്റാഫ് അഡ്വൈസർ എന്നുള്ള നിലയ്ക്കാണ്, കുട്ടികളും സ്റ്റാഫുകളും ഫാക്കൽറ്റികളെല്ലാവരും ഓർഗൻ ഡോണർ കാർഡ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും താല്പര്യമുള്ളവർ ഒരു ഫോം കൊടുത്തിട്ട് തരാൻ പറഞ്ഞു. ഒരുവിധം എല്ലാവരും തന്നു. ഒരു 80% ആൾക്കാരും, കുട്ടികളും സ്റ്റുഡൻസും ഫാക്കൽറ്റി മെമ്പേഴ്സും എല്ലാവരും തന്നു. ഇത് കഴിഞ്ഞ് അപ്പോൾ ഞാനത് എടുത്തു വെച്ച് നമുക്കൊരു പബ്ലിക് ഫംഗ്ഷനായി നടത്താമെന്നുള്ള നിലയ്ക്ക് അതിനുവേണ്ടി എടുത്തു വെച്ചിരിക്കുകയായിരുന്നു. പ്രിൻസിപ്പൽ പ്രവീൺ ലാൽ സാർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ജൂബിലത്തെ സാറായിരുന്നു പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ ഞങ്ങളിത് അന്ന് രാത്രി ഒരു ലേഡി ഡോക്ടർ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫും കൂടിയാണ്, വിളിച്ചിട്ട് പറഞ്ഞു, ഹിതേഷ് അത് കൊടുത്തോ എന്ന് ചോദിച്ചു. ഇല്ല, കൊടുത്തിട്ടില്ല, നമുക്കൊരു ഫംഗ്ഷനാണ്, അത് വേണ്ടാട്ടാന്ന് ആരോ പറഞ്ഞു എന്നവരോട്. എന്താ പറയുക, ഈ ജോസഫ് സിനിമയിലത്തെ പോലെ സംഭവം. ഞാൻ പറഞ്ഞു, എന്ത് നിങ്ങൾ ഈ പറയുന്നത്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമ്മൾ നല്ലൊരു കാര്യം ചെയ്യുമെന്ന് വിചാരിച്ചാൽ പോലെ. ഇല്ലല്ല, ചിലപ്പോൾ റയർ ഗ്രൂപ്പാണെങ്കിൽ ചിലപ്പോൾ തട്ടിയിട്ടാലോ. അതുകൊണ്ട് എനിക്കത് ക്യാൻസലായി, ആ പ്രോഗ്രാം ക്യാൻസലാക്കേണ്ടി വന്നു. ഫിസിഷ്യൻസ് ഡിറ്റർമിനിങ് ദാറ്റ് എ പൊട്ടൻഷ്യൽ ഡോണർ ഈസ് ഡെഡ്, neither he directly be involved in a cell, tissue or organ removal from the donor or subsequent transplantation process. Donation from the deceased person should be developed to its maximum therapeutic. അത് നീഡ് ഓഫ് ദ കൺട്രി ആണ്, നീഡ് ഓഫ് ദ അവർ ആണ്. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കേണ്ട ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഈ പല റീസൺ കൊണ്ട് പുറകോട്ടടിക്കപ്പെടുന്നത്, അല്ലേ? ഏറ്റവും നന്നായിട്ട് നമ്മൾ കഴിഞ്ഞ കേരളത്തിലുള്ള ഡാറ്റയിലേക്ക് വരാം. ഇത് ഗൈഡിങ് പ്രിൻസിപ്പിൾ 4, അങ്ങനെ 11 ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ആർ ദർ. ട്രാൻസ്പ്ലാന്റ് ടൂറിസം, അത് ഇസ്താംബുൾ ഡിക്ലറേഷൻ ഈസ് ദർ, ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി പ്രോഹിബിറ്റിംഗ് ട്രാൻസ്പ്ലാന്റ് ടൂറിസം. എത്തിക്കൽ ഇഷ്യൂസ്, ഈസ് ദ ബോഡി എ കമോഡിറ്റി, ഈസ് ഇറ്റ് എ കമോഡിറ്റി? അപ്പോൾ ഞാൻ ഇന്ന് വരുമ്പോൾ FM എറണാകുളം FM കയറ്റി, ഈ മഞ്ചേശ്വരം മുതൽ പാറശാല വരെയുള്ള ഇവിടെ മാത്രമേ സ്ത്രീകൾക്ക് വോയിസ് ഉള്ളൂ. സ്ത്രീകൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ബാക്കി ഔട്ട്സൈഡ് കേരള സ്ത്രീകൾക്ക് എന്താണ് ഒരു സജഷൻ പറയാൻ പോലും പറ്റുന്നില്ല എന്ന്. അത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കേണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഹ്യൂമൻ ബോഡിയെ ടോട്ടൽ ഒരു കമോഡിറ്റി ആയിട്ട് എങ്ങനെ കാണാൻ പറ്റുമോ? ഇങ്ങനെ ഓരോ ഓർഗൻ ഓരോ വിലയ്ക്ക് വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമോ? ജപ്പാനിലൊക്കെ അല്ല, ഒരു ചെറിയൊരു കൺട്രിയിൽ ഹ്യൂമൻ ബോഡി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റ് തിന്നുന്ന ആളുകളുണ്ടെന്ന്. അവർക്ക് വേണമെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി ഫ്രീസറിൽ വെച്ചിട്ട് പറയുന്ന ഭാഗം മുറിച്ച് ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന സിറ്റുവേഷൻ വരെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗത്തും. അപ്പോൾ നമ്മൾ പോക്ക് അങ്ങോട്ടൊന്ന് ആലോചിച്ചോളത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, അങ്ങനെ ഒരു സംഭവമുണ്ട്. ലീഗൽ ഫ്രെയിം വർക്ക് ഇസ് ദർ. ആൻഡ് സാറ് പറഞ്ഞ് അവസാനിപ്പിച്ച് നിങ്ങൾ പറഞ്ഞ ഈ ഓർഗൻ ഡോണർ ഡെത്ത്, ഓർഗൻ ഡൊണേഷൻ ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ഇൻ സിറ്റുവേഷൻ ബ്രെയിൻ സ്റ്റെം ഡെത്ത് ഓർ എക്സാമ്പിൾ. ഇപ്പോൾ സാധാരണ ബ്രെയിൻ സ്റ്റെം ഡെത്ത് മിക്കവാറും ഡിക്ലെയർ ചെയ്യുന്ന മുഴുവനും ട്രാഫിക് കേസുകളിലായിരിക്കും, അല്ലേ? മിക്കവാറും ട്രാഫിക് കേസുകളായിരിക്കും. When where the brainstem is dead and the person cannot breathe as his own but can be maintained through the ventilator, oxygen, fluid, etc. to keep the heart and other organ working functional. ഇത് വർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മളത് എടുത്തു മാറ്റുന്നത്, അല്ലേ? ഡോണർ ആഫ്റ്റർ കാർഡിയാക് ഡെത്ത്, ഈ കാർഡിയാക് ഡെത്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എന്താ, എല്ലാ ഓർഗനും എടുത്തു മാറ്റാൻ പറ്റില്ല. വളരെ കുറച്ച് ടിഷ്യൂസ് മാത്രമേ എടുത്തു മാറ്റാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രെയിൻ സ്റ്റെം ഡെത്ത് കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നതും കൂടുതൽ ഓർഗൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഡെഡ് ഡോണർ റൂൾ ആൻഡ് കറൻറ്റ് സ്റ്റാറ്റസ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ
2015 218 മേജർ ഓർഗൻ ഡൊണേഷൻ ബൈ 72 ഡിസീസ്ഡ് ഡോണർ. കേരള കുറച്ച് നല്ലൊരു പൊസിഷനിലായിരുന്നു. Whereas only 29 major organs were donated by 8 deceased person in 2018. Why? എന്തുകൊണ്ട്? ഞാൻ ഉദ്ദേശിച്ച കുറച്ച് റീസൺസ് ഇതൊക്കെയാവും. വൈ ദർ ഈസ് നെഗ്ലിജിബിൾ ബ്രെയിൻ ഡെത്ത് ഡിക്ലറേഷൻ? അത്ര വലിയ സംഭവമൊന്നുമല്ലോ. 4 ഡോക്ടർമാർ, 2 പേര് അപ്രോപ്രിയേറ്റ് അതോറിറ്റി സെലക്ട് ചെയ്ത 2 ഡോക്ടർമാരാവണം, ബാക്കി 2 പേര് അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർമാർ തന്നെയാണ്. ഇപ്പം ഈ മെഡിക്കൽ ലീഗൽ കേസിലാണെങ്കിൽ ഒരു ഫോറൻസിക് ഡോക്ടർ വേണമെന്നും കൂടിയുണ്ട്, ഒരു ഗവൺമെൻറ് ഡോക്ടർ വേണമെന്നും കൂടിയുണ്ട്. ഈ ഗവൺമെൻറ് ഡോക്ടർ വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞങ്ങളെ വിളിക്കാറുണ്ട്. പണ്ട് കുറച്ച് ആളത്തേക്ക് വിളിച്ചിരുന്നു, ഞങ്ങൾ പോവുകയും ചെയ്തിരുന്നു. റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനാണ് ബുദ്ധിമുട്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഫോറൻസിക് ഡോക്ടർമാർ റെഡിയാണ്. ഈ 4 പേര് സർട്ടിഫൈ ചെയ്യുന്നത് വിറ്റ്നസ് ആയിട്ട് ഫോറൻസിക് ഡോക്ടർമാർ കേരളത്തിലുണ്ട്, ഇത് ഏറ്റെടുക്കാൻ റെഡി ആയിട്ട്. അതാണ് റീസണെങ്കിൽ ഇവരെ പാനലിൽ പറഞ്ഞ ഈ 4 ഡോക്ടർമാരുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ നമ്മളുടെയും കൂടിയ പ്രസൻസിൽ അത് ചെയ്തുകൊണ്ട് സുതാര്യമാക്കാണ് വേണ്ടത് അല്ലേ. അത് ഇറ്റ് ഹാസ് ടു ബി മോർ ട്രാൻസ്പാരൻറ്റ്. അല്ലാതെ അത് ഇല്ലാതിരിക്കുകയാണോ? ഇത് കാരണം ഒരു ഡോക്ടർ ഗണപതി കാരണം ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് നടക്കണില്ല എന്നുള്ള ട്രെൻഡ് അല്ല ശരിയായ സംഭവം. അദ്ദേഹം കാണിച്ചു തന്ന ഒരു അൺഎത്തിക്കൽ ആക്ടിവിറ്റീസ് അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ മോർ ട്രാൻസ്പാരൻ്റ് ആവേണ്ടതാണ്. അതിന് കൂടുതൽ ഡോക്ടർമാർ ഇത് വേണമെങ്കിൽ ഇത് 4 പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു നിയമത്തിൽ പറഞ്ഞ ഒരു 4 പേരെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഗവൺമെൻറ്റിന് വേണമെങ്കിലോ അല്ലെങ്കിൽ മറ്റു ഏജൻസിക്ക് വേണമെങ്കിലോ ഇത് കാര്യം ഒരു ട്രാൻസ്പാരൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീമെ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട പകരം നമ്മുടെ നാട്ടിൽ അത് നിരുത്സാഹപ്പെടുത്തുന്നു. അതിനെക്കുറിച്ച് കൺസേൺ ഞാൻ നിങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഓൾവേസ് നമുക്കറിയാലോ, ഒരു മരിച്ച ഒരാളുടെ ഒരു ശരീരത്തിൽ നിന്ന് ഒരു ഓർഗൻ എടുത്തിട്ട് വേറൊരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുന്നത് പോലെ തന്നെയാണ് അല്ലേ, വേറൊരു ലൈറ്റ് അയാളുടെ ഒരു ജീവിതത്തിലേക്ക് വരികയാണ്. അതിനുള്ള എല്ലാ അവസരങ്ങളും എത്തിക്കലി നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. സംടൈംസ് ഐ മൈറ്റ് എക്സ്പ്രസ് സം ഓഫ് ദ കൺസേൺ അല്ലേ. ഡിസ്ക്ലൈമറിൻ്റെ സ്ലൈഡ് ഇട്ടതാണ്. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ ദ പേഷ്യൻറ്റ് കെയറിങ്. എനിക്ക് തോന്നുന്നു നിങ്ങളെ ഞാൻ ബോറടിപ്പിച്ചില്ല എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.